നോട്ട്സ്? ഹലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് റിസൾട്ടന്റ്, റെസൊല്യൂഷൻ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് ആണ് നോക്കിയത്. ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞു തരാം, കാരണം 1 വീക്ക് കഴിഞ്ഞതല്ലേ, അപ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ നമുക്കറിയാം, നോക്കിയേ, ഹിയർ ഇൻ ദിസ് ഫസ്റ്റ് ഡയഗ്രാം യു ക്യാൻ സീ ദ നമ്പർ ഓഫ് ഫോഴ്സസ്. എത്ര ഫോഴ്സസ് ഉണ്ട്? ഹിയർ വി ഹാവ് 4 ഫോഴ്സസ്, F1, F2, F3, F4. അപ്പോൾ ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫോഴ്സ് സിസ്റ്റം. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഫോഴ്സ് സിസ്റ്റം എന്ന്. എന്താ കാരണം? ബിക്കോസ് ആ O എന്നുള്ളൊരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോഴ്സസ് ആർ ആക്ടിങ് സൈമൾട്ടേനിയസ്ലി, അല്ലെ? 4 ഫോഴ്സസ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നത്. സോ അതിന് പറയുന്ന പേരാണ് ടുഗദർ ഇറ്റ് ഈസ് നോൺ ആസ് എ ഫോഴ്സ് സിസ്റ്റം. നമുക്കറിയാം, ഒരു ഫോഴ്സ് സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ എത്ര ഫോഴ്സസ് വേണം? മോർ ദാൻ 1 നമ്പർ വേണം. ഓക്കെ, മോർ ദാൻ 1 നമ്പർ ആയാൽ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഫോഴ്സ് സിസ്റ്റം. അപ്പൊ ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസിനെ എനിക്ക് എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്ത് എന്താക്കണം? വി ക്യാൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു എ സിംഗിൾ വൺ. ഒരൊറ്റ ഫോഴ്സ് ആക്കി മാറ്റണം, ഒരു സിംഗിൾ ഫോഴ്സ് ആക്കി മാറ്റാം. അപ്പൊ ആ സിംഗിൾ ഫോഴ്സിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് റിസൾട്ടന്റ്. ഇതിനെ 4നെയും കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഫോഴ്സ് ആക്കി മാറ്റാം. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് കോമ്പോസിഷൻ. അതാ സിംഗിൾ ഫോഴ്സ് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് എന്ത്? ദാറ്റ് ഈസ് കോമ്പോസിഷൻ. ഇനി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? ഹിയർ ഇറ്റ് ഈസ് എ സിംഗിൾ. വാട്ട് ഈസ് എ സിംഗിൾ ഫോഴ്സ് ഹിയർ? ദാറ്റ് ഈസ് റിസൾട്ടന്റ്. അതാണ് നമുക്ക് ആ സിംഗിൾ ഫോഴ്സ് ആണ് എന്ത്? റിസൾട്ടന്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു ഫോഴ്സ് റിസോൾവ് ചെയ്യുക എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് അതിനൊരു ഫോർമുലയൊക്കെ ഉണ്ട്. നെക്സ്റ്റ് എന്തായിരുന്നു ഫോർമുല? എന്തായിരുന്നു കുട്ടികളെ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഫോർമുല? ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് R is equal to, we have a formula, R is equal to square root of sigma fx square plus sigma fy square. അതായത് ഈ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ fx square plus sigma fy square, where fx means എന്താ? That is algebraic summation of the forces in x direction. Fy means algebraic summation of the forces in y direction or vertical direction. അപ്പൊ ഈ ഫോർമുല നമുക്ക് ക്ലിയർ ആണ് എന്ത്? അതായത് ഐദർ ദ ഫോഴ്സ് ഇൻ എക്സ് ഡിറക്ഷൻ, അതായത് ഹൊറിസോണ്ടൽ ഡിറക്ഷൻ ആയിരിക്കണം, ഓർ ഇൻ വെർട്ടിക്കൽ ഡിറക്ഷൻ ആയിരിക്കാം. ബട്ട് ഇൻ അവർ ഡയഗ്രാം, നമ്മുടെ ഡയഗ്രത്തിൽ എന്തായിരുന്നു? ഹിയർ ഓൾ ദി ഫോഴ്സസ് ആർ ഇൻക്ലൈൻഡ്. F1, F2, F3, F4 എല്ലാം തന്നെ എന്ത് ഫോഴ്സസ് ആയിരുന്നു? ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് മേക്സ് എ സം ആംഗിൾ വിത്ത് ദി ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ റിസൾട്ടന്റ് കണ്ടുപിടിക്കും? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഫോഴ്സിനെയും സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ കമ്പോണൻസ് ആക്കി മാറ്റണം. കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസ് ഏത് ഡയറക്ഷനിൽ വരും? ഒന്ന് എക്സ് ഡയറക്ഷനിലും വരും, ഒന്ന് വൈ ഡയറക്ഷനിലും വരും. എല്ലാ ഇൻക്ലൈൻഡ് ഫോഴ്സിനും 2 കമ്പോണൻസ് ഉണ്ടാവും. കമ്പോണൻസ് ഏതൊക്കെയോ? ഒന്ന് FX-ഉം FY-യും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് കമ്പോണൻസ് കണ്ടുപിടിക്കുന്നത്. എന്തിനാ കമ്പോണൻസ് കണ്ടുപിടിക്കുന്നത്? സപ്പോസ് മേ ബി ദ ഫോഴ്സസ് എന്തായിരിക്കാം? മേ ബി ഹൊറിസോണ്ടൽ ആയിരിക്കാം, മേ ബി ഐദർ വെർട്ടിക്കൽ ആയിരിക്കാം, ഓർ എന്തായിരിക്കാം? ഇൻക്ലൈൻഡ് ആയിരിക്കാം. ഇൻക്ലൈൻഡ് ആണ് ഫോഴ്സ് തന്നെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ തന്നിരിക്കുന്ന ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 കമ്പോണന്റ് ആക്കി മാറ്റണം. വൺ ഈസ് ഇൻ ടേംസ് ഓഫ് എക്സ് ഡിറക്ഷൻ, അനദർ വൺ ഇൻ ടേംസ് ഓഫ് വൈ ഡിറക്ഷൻ. അങ്ങനെ തന്നിരിക്കുന്ന ഒരു സിംഗിൾ ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ മീൻസ് ദ സ്പ്ലിറ്റിംഗ്, ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ്, the process of splitting the given force into its components without changing the effect of single force. അതായത് ആ സിംഗിൾ ഫോഴ്സിന്റെ എഫക്ട് ചേഞ്ച് ചെയ്യാതെ അതിനെ 2 കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? അതായത് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ വരെ തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് കമ്പോണൻസ് ഓഫ് എ ഫോഴ്സ്. ലെറ്റ് എഫ് ആണ് എനിക്ക് തന്നിരിക്കുന്നത് ഇൻക്ലൈൻഡ് ഫോഴ്സ്. Let theta is the angle made by the single force with the horizontal axis or x-axis. ഈ തന്നിരിക്കുന്ന എഫ് എന്നുള്ള ഫോഴ്സ് ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെയാണ് ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക? എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു സിംഗിൾ ഫോഴ്സ് എന്തിനിടയിലായിരിക്കും? ഒരു ഹൊറിസോണ്ടലിനും വെർട്ടിക്കലിനും ഇടയിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ഇതാണ് നമുക്ക്
സോ ദിസ് ഈസ് ദ ഗിവൺ ഫോഴ്സ് ഹിയർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എഫ് എന്നുള്ള ഒരു ഫോഴ്സ്. ഈ ഒ എന്നുള്ള പോയിന്റിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുക? അതായത് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് വരയ്ക്കുക, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് വരയ്ക്കുക. ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതായത് ഓയിൽ നിന്ന് ഈ എഫിന്റെ ഡിറക്ഷൻ എന്താ? ഇറ്റ് ഈസ് ആക്ടിങ് എവേ ഫ്രം ദ പോയിന്റ് ഒ ആണ്. ഓയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? അകന്ന് പോവുക ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ കമ്പോണൻസും എന്ത് തന്നെയായിരിക്കണം? എവേ ഫ്രം ദ പാർട്ടിക്കിൾ ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എഫ് എക്സ് എന്നും കൊടുക്കും, വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് വൈ എന്നും കൊടുക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചു വെക്കുക, ഗിവൺ ഫോഴ്സിന്റെ ഡിറക്ഷൻ ഏതാണോ അത് തന്നെയായിരിക്കും എന്തിന്റെ ഡിറക്ഷൻ? കമ്പോണൻസിന്റെ ഡിറക്ഷൻ. ഇനി ചിലവർക്ക് അത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അതായത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഒന്ന് ഇതാണ് ഗിവൺ ഫോഴ്സ്. ദിസ് ഇസ് ദ ഗിവൺ ഫോഴ്സ്. ഇതാണ് ഓ ഉള്ള പോയിന്റ്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ പെന്നോ പെൻസിലോ ഇതേ ഡയറക്ഷനിൽ പിടിക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ പെന്നെന്ന് വിചാരിക്കുക. ഇതാണ് പെന്ന്, ഇത് പെന്നിന്റെ നിബിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇതേ ഡയറക്ഷനിൽ പിടിച്ചു. എനിക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ വേണ്ടത്? എങ്ങനെയാ ഹൊറിസോണ്ടൽ? ഈ പോയിന്റിൽ വെച്ചിട്ട് എങ്ങനെ ഇത് ഹൊറിസോണ്ടൽ ആക്കുക? ഇങ്ങനെ തിരിച്ചു പിടിക്കല്ലേ ചെയ്യുക. ഇങ്ങനെയല്ല തിരിച്ചിക്കുക. നേരെ അവിടുന്ന് നേരെ ഹൊറിസോണ്ടലിലേക്ക് കൊണ്ടുവരിക. നേരെ തന്നെ ഞാൻ എവിടേക്ക് കൊണ്ടുവന്നു? ഹൊറിസോണ്ടലിലേക്ക് കൊണ്ടുവന്നു. നിബിന്റെ ഡയറക്ഷൻ എവിടേക്കാ? ടുവേർഡ്സ് റൈറ്റ് അല്ലേ? അപ്പൊ അത് തന്നെയാണ് എന്തിന്റെ കമ്പോണന്റിന്റെ ഡയറക്ഷൻ. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇനി ഇതേ സെയിം നിബിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, വെർട്ടിക്കലേക്ക് ആക്കുക. എങ്ങനെയാ വെർട്ടിക്കലേക്ക് ആക്കുക? നേരെ ഇവിടെ തന്നെ വെക്കുക, ഗിവൺ ഫോഴ്സിന്റെ അവിടെ തന്നെ വെക്കുക. നേരെ ഇതിനെ വെർട്ടിക്കലേക്ക് കൊണ്ടുവരുമ്പോ എങ്ങനെ വരും? നിബിന്റെ ഡയറക്ഷൻ അപ്വേർഡ് അല്ലേ വരിക? അപ്പൊ ഗിവൺ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതാ? അപ്വേർഡ്. ഗിവൺ ഫോഴ്സ് അപ്വേർഡ്, ആ നിബിന്റെ ഡയറക്ഷൻ. ഇത് ഹൊറിസോണ്ടൽ ആണ്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ എങ്ങനെയാ? ടുവേർഡ്സ് റൈറ്റ് ഡയറക്ഷൻ വരും. എങ്ങനെ ആ നിബിന്റെ ഡയറക്ഷൻ നോക്കാം? അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. തന്നിരിക്കുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ നിങ്ങളുടെ പെന്നോ പെൻസിലോ വയ്ക്കുക. ആ പെന്നിന്റെ ക്യാപ്പിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ നിങ്ങൾ എഴുതുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ നിബിന്റെ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ ഏറോയുടെ ഡയറക്ഷനിലേക്ക് ആക്കുക. എന്നിട്ട് നേരെ ഹൊറിസോണ്ടലിലേക്ക് തിരിക്കുക. അപ്പൊ നിബിന്റെ ഡയറക്ഷൻ എവിടേക്കാ വരിക? ടുവേർഡ്സ് റൈറ്റ്. അതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഡയറക്ഷൻ. വെർട്ടിക്കലിലേക്ക് ആക്കാനോ? നേരെ ഗിവൺ ഫോഴ്സിന്റെ അവിടെ തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ വെർട്ടിക്കലിലേക്ക് തിരിക്കുക. നേരെ വെർട്ടിക്കലിലേക്ക് ആക്കുക. അപ്പൊ നിബിന്റെ ഡയറക്ഷൻ എവിടെയാ വരുന്നത്? അപ്വേർഡ് ആണ്. അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് ഡയറക്ഷൻ എന്താ? അപ്വേർഡ് ഡയറക്ഷൻ. ക്ലിയർ? ഹലോ ഹലോ ക്ലിയർ മാം. ഹലോ ഓക്കെ. നെക്സ്റ്റ് ഞാനിപ്പോ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ എനിക്ക് വാല്യൂ കണ്ടുപിടിക്കുന്നത്? അതായത് ഞാൻ അതിനൊരു റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കി മാറ്റാണ്. ഞാൻ അവിടെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ടല്ലേ. സോ ഹിയർ ഐ ഹാവ് ഡ്രോൺ വൺ വെർട്ടിക്കൽ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ആ വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് അതിന്റെ സൈഡ്സ് ഒക്കെ ഞാൻ ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ മാർക്ക് ചെയ്യാണ്. അതായത് താഴെയുള്ള പോർഷൻ ഇത് എഫ് എക്സ് ആണ്, ഹൊറിസോണ്ടൽ പോർഷൻ എഫ് എക്സ് ആണ്. ഇനി വെർട്ടിക്കൽ പോർഷൻ ഈ സൈഡ് എന്ന് പറയുന്നത് എഫ് വൈ ആണ്. ഓക്കെ, ഇൻ റെക്ടാങ്കിൾ യു നോ ദാറ്റ് ഇൻ എ റെക്ടാങ്കിൾ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, എനിക്ക് ഈ തന്നിരിക്കുന്ന സിംഗിൾ ഫോഴ്സ് ഏതാ? ഇവിടെ എഫ് ആണ് സിംഗിൾ ഫോഴ്സ് അല്ലെ. അപ്പൊ ഈ എഫ് എന്ത് ചെയ്യാണ്? ഈ എഫ് ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എത്രയാ? തീറ്റയാണ് ആംഗിൾ. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ എഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? യു ക്യാൻ കൺസിഡർ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇൻ ദാറ്റ് എഫ് എക്സ് എന്ന് പറഞ്ഞ അഡ്ജസന്റ് അല്ലേ, തീറ്റയുടെ അഡ്ജസന്റ് അല്ലേ അത്. അപ്പൊ നമുക്ക് എന്ത് എടുക്കണം? കോസ് തീറ്റ എടുക്കണം. കാരണം ഹൈപ്പോട്ടനസ് എഫ് നമുക്കറിയാം. അപ്പൊ സോ യു ക്യാൻ ഫൈൻഡ്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ദിസ് ഇസ് തീറ്റ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ദിസ് ഇസ് എഫ് എക്സ് and hypotenuse will be fy. So from this cos theta is equal to adjacent side, that is fx by f. From this fx is equal to f cos theta. Similarly, from the same right angled triangle you can write sin theta is equal to, എനിക്കിനി fy യുടെ വാല്യൂ കണ്ടുപിടിക്കണം. fy യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഈ സൈഡ് റെക്ടാങ്കിൾ, ഈ സൈഡ് fy ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? fy തന്നെയായിരിക്കും. So sin theta is equal to what? That is opposite side fy divided by hypotenuse f. Therefore fy is equal to f sin theta. Okay, ഇത്രയാണ് ഫസ്റ്റ് കേസ്.
ഇനി ഒരു കേസും കൂടെ നമുക്കുണ്ട്. എന്താ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിംഗിൾ ഫോഴ്സ് എപ്പോഴും എക്സ് ആക്സിസ് ആവണം എന്നില്ല. മേ ബി പ്രോബ്ലത്തിൽ വൈ ആക്സിസ് ആയിട്ടുള്ള ആംഗിൾ തരാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും കണ്ടുപിടിക്കും? സോ ഫോർ ദാറ്റ് യു ക്യാൻ കൺസിഡർ ദ നെക്സ്റ്റ് ഡയഗ്രാം. ഈ ഡയഗ്രാം ഒന്ന് നോക്കിയ കുട്ടികളെ, ഞാൻ തന്നിട്ടുണ്ടല്ലേ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അവിടെ തന്നിരിക്കുന്നത്? അതായത് തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഗിവൺ ഫോഴ്സ് എഫ് വിത്ത് ദി വെർട്ടിക്കൽ ആക്സസ്. സോ ഹൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എഫ് എക്സ് ആൻഡ് എഫ് വൈ? സോ നമുക്കറിയാലേ ജനറൽ ഫോമുല എന്താ? എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ എന്നാണ്. പക്ഷെ തീറ്റ എന്തായിരിക്കണം? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കണം. അപ്പോ നമുക്കറിയാം നമ്മുടെ ഫോമുല എന്ന് പറയുന്നത് എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ ആണ് ജനറൽ ഫോമുല. ബട്ട് ഇവിടെ തീറ്റ എങ്ങനെയായിരിക്കണമെങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. then provided the theta should be the angle made by the given force with respect to the x axis. ബട്ട് നമ്മുടെ ഇവിടെ ഈ സെക്കൻഡ് കേസിൽ എക്സ് ആക്സിസ് ആയിട്ടാണോ തീറ്റ ഉണ്ടാക്കുന്നത്? അല്ല. ഇറ്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ആംഗിൾ മെയ്ഡ് ബൈ ദ ഗിവൺ ഫോഴ്സ് വിത്ത് വെർട്ടിക്കൽ. സോ ഹൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ് എഫ് എക്സ്, ദ വാല്യൂ ഓഫ് എഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് നമ്മുടെ സാധാരണ ഫോർമുല യൂസ് ചെയ്യാം. എഫ് എക്സ് ഈക്വൾ ടു എഫ് കോസ് തീറ്റയാണ്. അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് ആയിട്ടുള്ള ആംഗിൾ എത്രയാ? 90 മൈനസ് തീറ്റയാണ്. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് എഴുതാം? എഫ് എക്സ് ഈസ് ഈക്വൽ ടു, എന്റെ ഫോർമുല എന്താ? എഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റയ്ക്ക് പകരം എന്താ ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 90 മൈനസ് തീറ്റ. ദിസ് ഇസ് 90. F so I can write f fx is equal to f cos 90 minus theta. 90 minus theta. Cos 90 minus theta and the sin theta alle. That is f sin theta. അതാണ് എഫ് എക്സിന്റെ ഫോർമുല. അപ്പൊ എപ്പോഴും ഓർത്ത് വെച്ചോളൂ, വെർട്ടിക്കൽ ആയിട്ടുള്ള ആംഗിൾ ആണ് തന്നിരിക്കുന്നെങ്കിൽ എഫ് എക്സ് ഈക്വൽ ടു എന്താ? എഫ് സൈൻ തീറ്റയാണ്. ഇനി എഫ് വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എഫ് വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ജനറൽ ഫോർമുല എന്താ? ജനറൽ ഫോർമുല എഫ് വൈ ഈസ് ഈക്വൽ ടു, നമ്മുടെ ജനറൽ ഫോർമുല എന്തായിരുന്നു? എഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് സൈൻ എയർ. ഇതെല്ലാം ദിസ് ഇസ് അവർ ജനറൽ ഫോർമുല. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. സോ ദിസ് ഇസ് അവർ that is fy is equal to f sin theta, ജനറൽ ഫോർമുല. ബട്ട് സൈൻ തീറ്റ എന്തായിരിക്കണം? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ് ആംഗിൾ ആയിരിക്കണം. ബട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണോ? അല്ല, വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ എത്രയാ? 90 മൈനസ് തീറ്റ. അപ്പൊ നോക്കിയേ, എഫ് ഐ ഇസ് ഈക്വൽ ടു, യു ക്യാൻ റൈറ്റ് എഫ് വൈ എഫ് മൈനസ് തീറ്റ കുട്ടികളെ കേട്ടാ. You can write f is equal to f sin 90 minus theta. 90 മൈനസ് തീറ്റ എന്തായിരുന്നു? എഫ് കോസ് തീറ്റ. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഒരു ഫോർമുല പഠിച്ചു വെക്കുക, മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എപ്പോഴും ഹൊറിസോണ്ടൽ ആളുകൾ പഠിച്ചു വെക്കുക. എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ, ദെൻ എഫ് ഐ ഈക്വൽ ടു എഫ് സൈൻ തീറ്റ. അപ്പൊ വെർട്ടിക്കൽ ആയിട്ടുള്ളത് എങ്ങനെയായിരിക്കും? തിരിച്ചു പറയാം കേട്ടോ. ക്ലിയർ ആണോ? ഹലോ, ഞാൻ ഈ നോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ടച്ചിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഹലോ ഹലോ, ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, സൈൻ കൺവെൻഷൻ. ഇനി എങ്ങനെ നമ്മൾ ഫോഴ്സിന് സൈൻ കൊടുക്കാം? എങ്ങനെയാ ഫോഴ്സിന് നമ്മൾ സൈൻ കൊടുക്കുക? നമുക്കറിയാം ദ ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ ഡിഫറെന്റ് ഡിറക്ഷൻ. നമ്മളിപ്പോ എല്ലാ ഫോഴ്സിനെയും എന്ത് ഡിറക്ഷനിലേക്ക് ആക്കി? ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡിറക്ഷനിലേക്ക് മാറ്റി. സോ ഹൗ വി ക്യാൻ അസൈൻ ദ സൈൻ? എങ്ങനെയാണ് നമ്മൾ സൈൻ കൊടുക്കുന്നത്? ദാറ്റ് മീൻസ്
in statics, ഓർത്തു വെക്കണം, സ്റ്റാറ്റിക്സിന് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ. ഇൻ സ്റ്റാറ്റിക്സ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ് ഡിറക്ഷൻ, റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഫോഴ്സ് റൈറ്റിലേക്കാണെന്ന് പറയുമ്പോൾ എങ്ങനെ വരിക, ഇതാണ് അല്ലെ റൈറ്റ് ഡിറക്ഷന്റെ, റൈറ്റിലോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തെടുക്കണം, പോസിറ്റീവ് എന്ന് എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം, എനിക്ക് തോന്നുന്നത് എളുപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ലത് ആണ്, ഇങ്ങനെ പഠിക്കാനായിരിക്കും നല്ലത്. Positive y axis on. This is positive y, this is negative y, and this is positive x, and this one is negative x. So the forces which are acting towards right direction, റൈറ്റിലോട്ടാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, പോസിറ്റീവ് എക്സ്, പോസിറ്റീവ്. സപ്പോസ് ഇഫ് ദ ഫോഴ്സസ് ആർ ആക്ടിങ് ടുവേർഡ്സ് ലെഫ്റ്റ് ഡിറക്ഷൻ, ലെഫ്റ്റിലോട്ടാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, നെഗറ്റീവ്. സപ്പോസ് ദ ഫോഴ്സസ് ആർ ആക്ടിങ് അപ്വേർഡ് ഡിറക്ഷൻ, അപ്വേർഡ് ആണെങ്കിൽ എന്ത് കൊടുക്കണം, പോസിറ്റീവ്. ദെൻ ഡൗൺവേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, നെഗറ്റീവ്. ഇത്രയും ഓർത്ത് വെക്കുക. ഇതാണ് ഫോഴ്സിന്റെ ഡിറക്ഷൻ. ഞാൻ നോട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു നോട്ടായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ദ റിസൾട്ടന്റ് ഓർ സിംഗിൾ ഫോഴ്സ് വിൽ ബി ഓൾവേസ് ലൈയിങ് between horizontal and vertical components and should have the same line of action of the resultant force. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എപ്പോഴും ഒരു സിംഗിൾ ഫോഴ്സ് കിടക്കുന്നത് എവിടെയായിരിക്കും, ഒരു ഹൊറിസോണ്ടലിന്റെയും വെർട്ടിക്കൽ കമ്പോണന്റും ഇടയിൽ ആയിരിക്കും. ക്ലിയർ ആയ കുട്ടികളെ? ഹലോ ഹലോ. യെസ് മാം. യെസ് മാം. നെക്സ്റ്റ് in 4 quadrant and its component. ഞാൻ ഇത് തന്നെ ഈ ഗിവൺ ഫോഴ്സിനെ 4 ക്വാഡ്രന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫോഴ്സസ് ഇൻ 4 quadrant and its components. ഫസ്റ്റ് നോക്കിയാൽ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കി എങ്ങനെയാണെന്ന്. ഫസ്റ്റ് വൺ കേട്ടോ, ഫസ്റ്റ് കാണുന്ന എക്സാമ്പിൾ. ഒരു എഫ് എന്നുള്ളൊരു ഫോഴ്സ് തന്നിട്ടുണ്ട്. സോ വിച്ച് ലൈസ് ഇൻ ഏത് ക്വാഡ്രന്റാ, തേർഡ് ക്വാഡ്രന്റ് ആണ്. ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താണ്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റ് ആക്കി മാറ്റണം. അപ്പൊ അങ്ങനെ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, നമുക്കറിയാലേ എങ്ങനെ മാറ്റാൻ. ഞാൻ പെന്ന് വെച്ച് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഡയറക്ഷൻ എവിടേക്ക് വരും, ലെഫ്റ്റിലോട്ട് വരും. വെർട്ടിക്കൽ കമ്പോണന്റ് എവിടേക്ക് വരും, അഴിക്കാൻ വരും. So this is the given force, of given force. ഇനി ഈ given ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ പെന്ന് വെക്കുമ്പോൾ എങ്ങനെ വരും, ഇതാണ് ഡയറക്ഷൻ. അതേ ഡയറക്ഷൻ തന്നെ വെച്ചു. ഇതിനെങ്ങനെ ഹൊറിസോണ്ടൽ ആക്കുക, നേരെ ഇങ്ങോട്ടേക്ക് തിരിക്കുക അല്ലെ. പെൻ അങ്ങനെ എന്തുവരും, ഡയറക്ഷൻ ഇത്. മാം ചെറിയ വോയിസ് ബ്രേക്കിംഗ് ഉണ്ട്. നെറ്റ് നല്ല പ്രശ്നം ഉണ്ട്. മഴ പെയ്യുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട്. നല്ല വോയിസ് ബ്രേക്കേജ് ഉണ്ടല്ലോ. ഇപ്പോഴോ? ഹലോ 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 കേൾക്കാൻ പറ്റുന്നു കുട്ടികളെ? ഹലോ
കേൾക്കാൻ പറ്റുന്നുണ്ട്. So here you have a force lies in third quadrant. Third quadrant. അപ്പോൾ അതെന്ത് ചെയ്യാം? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാ? നിങ്ങൾ പെൻ വെച്ച് നോക്കിക്കോളൂ. പെൻ വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ തിരിക്കാം. ഹൊറിസോണ്ടൽ തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആക്ഷൻ വരും? ദാറ്റ് ഈസ് this component of horizontal component and this one is scale component. ഇങ്ങനെയാണ് component ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡയറക്ഷൻ കൊടുക്കാം. ഈ എഫക്ട്സ് ഉള്ള ഫോഴ്സ് എഫക്ട്സ് ഉള്ള കമ്പോണന്റ് ഏത് ഡയറക്ഷനിലേക്ക് that is towards left direction. ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. So F equal to minus F theta and Fy. Fy എന്ന കമ്പോണന്റ് ആക്ട് ചെയ്യുന്നത് that is downward direction. Downward direction ആക്ട് ചെയ്യുന്നത്. So Fy is equal to minus F sin theta. എന്താ കുട്ടികളെ? ഹലോ ഹലോ മാം ഒന്നും മാം നല്ല ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു. രാവിലെ രക്ഷയില്ല. ഹലോ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഓരോ സൈഡിലേക്ക് മാറി മാറി നിന്ന് നോക്കുന്നുണ്ട്. എന്തോ കേൾക്കുന്നുണ്ടോ എന്തോ. ഹലോ ഹലോ നോക്കട്ടെ, ഷെയർ ചെയ്ത് നോക്കട്ടെ.
ഹലോ 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 വിസിബിൾ ആണ്. ഹലോ 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 മാം ലാഗ് ഉണ്ട് മാം. രക്ഷയില്ല കുട്ടികളെ. നിങ്ങളെല്ലാവരും ലെഫ്റ്റ് ചെയ്ത് കൊടുക്കുക. വഴിയില്ല, ലെഫ്റ്റ് ചെയ്ത് കേട്ടോ.